السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله. واذكر ربك إذا نسيت وقل عسى أن يهديني ربي لأقرب من هذا رشدا. صدق الله العظيم. وقال ألا മുമ്പര് മൊബൈൽ നോക്കണ്ട, അതാണ്ട് ചോദിച്ചു. മുമ്പരത്തെ ഖുർആനുണ്ടേ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വലിയൊരു അധ്യാപനം ഈ ഉദ്ബോധനത്തിലൂടെ അള്ളാഹു നൽകുകയാണ്. അത് ഉമ്മത്തിന് പാഠം ഉൾക്കൊള്ളുക എന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യവുമാണ്. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം സൂറത്തുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച് വരട്ടാൻ വേണ്ടി ചില ആളുകൾ 3 കാര്യവുമായി സമീപിക്കുകയുണ്ടായി. ഒന്ന്, ആത്മാവിനെ കുറിച്ച് ചോദിച്ചു. 2, ദുൽഖർനൈനെ കുറിച്ച് ചോദിച്ചു, വലിയ മഹാനായിരുന്നു. 3, അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ചോദിച്ചു. ഇത് മദീനയിലെ ജൂത പണ്ഡിതന്മാർ പരിശോധനാർത്ഥം പരീക്ഷണത്തിന് പറഞ്ഞുവിട്ട ദൂതന്മാരാണ് ഈ ചോദിച്ചത്. വന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ വഹി അറിയിച്ച് ഇതിന് മറുപടി നൽകും എന്ന പ്രതീക്ഷയിൽ സഉഖ്ബിറുക ഗദാ, ഞാൻ അത് നാളെ ഉത്തരം പറഞ്ഞുതരാം, ഞങ്ങൾ നാളെ വരും എന്ന് പറഞ്ഞു. വനസിയ, അവിടുന്ന് മറന്നു. യഖൂല ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നു. തെറ്റുള്ള കാര്യമല്ല. ഇൻഷാ അല്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ മറന്നുപോയി. എന്ത് ചെയ്യും? ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നു. അത് നബിക്ക് അങ്ങനെ മറവി വരുമോ? നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ള പല വിഷയത്തിലും അമ്പിയാക്കൾക്ക്, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല മറവി കൊടുക്കും, അല്ലെങ്കിൽ മറവി വരില്ല. അപ്പൊ നിസ്കാരത്തിൽ വരെ മറന്നു. ഈ ഇഖ്ലാസ് ഇല്ലാത്തോണ്ടല്ല. പിന്നെ അങ്ങനെ ഒരു മറവി നടന്നിട്ടില്ലെങ്കിൽ എങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കുകയെന്ന്? അപ്പൊ നിയമം വരണമെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിക്കണം. അങ്ങനെ മറവി ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു മറവിയാണ് ഈ മറവി. ഇൻഷാ അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നിട്ട് പറയാതിരുന്നു. അതോടുകൂടി നാളെ വരാന്ന് പറഞ്ഞ ആൾക്കാര് നാളെ വരൂലേ, വഹി കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഒരഭിപ്രായത്തിൽ 40 ദിവസം പിന്നെ ജിബ്രീൽ മുത്തുനബിന്റെ അടുത്തേക്ക് വഹിയുമായി വന്നില്ല. 40 ദിവസം. മറ്റൊരഭിപ്രായത്തിൽ 15 ദിവസം. എന്താ കാരണം? ഇൻഷാ അല്ലാഹ് എന്ന് പറയാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ വലിയ ടെൻഷനായി. പുറത്തെ ആളുകൾ പറഞ്ഞു നടക്ക, ശത്രുക്കൾ പറഞ്ഞു വരുത്തി, മൊമൈന്റെ ആള് മൊമൈനോട് പിണങ്ങിക്കണെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നല്ല പറഞ്ഞത്. അവർ പറഞ്ഞ ഉദ്ധരിക്കാൻ എനിക്ക് മടിയുണ്ട്, അതുകൊണ്ടാണ്. ദേഷ്യം പിടിച്ചാൽ പിന്നെ അങ്ങനെയല്ല. വല്ലാത്ത ടെൻഷനായി. ചില ആളുകൾ ഇങ്ങനെയും പറഞ്ഞു, മുത്തുനബിനോട് പടച്ചോൻ പിണങ്ങിക്കണമെന്ന് പറഞ്ഞു. കാര്യമായ എന്തോ പാൾട്ട് വന്നിക്കണം, അതുകൊണ്ട് പടച്ചോൻ തന്നെ പിണങ്ങിക്കണമെന്ന് പറഞ്ഞു. ഇത് വല്ലാത്ത ഷോക്കായി. ഒരു ഒറ്റപ്പെട്ട അഭിപ്രായത്തിൽ ഇങ്ങനെയും കാണാം. ടെൻഷൻ അടിച്ച് വീട്ടിൽ വന്നപ്പോ ഖദീജാബിയും ഒന്ന് ചോദിച്ചു, അല്ല അല്ലാഹ് പിണങ്ങിക്കണം, നീ എന്താ? അല്ല ടെൻഷനാക്കാനല്ല, അറിയാതെ കണ്ട് അല്ലാറ്റ് പിണങ്ങിക്കണം. അതിൽ കത്തി കയറി ടെൻഷൻ. അങ്ങനെ 15-ാം ദിവസം ഉണ്ട്. ഫനസലൽ അമീനു മലക്ക് ജിബ്രീൽ ഇറങ്ങിയിട്ട് പറഞ്ഞു കൊടുത്തു. വരാതിരിക്കാനുള്ള കാരണമാണ് ഈ പറഞ്ഞത്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ യശാ അല്ലാഹ്. നാളെ ഞാൻ പറയാ, നാളെ ഞാൻ ചെയ്യാന്ന് എന്ത് പറയുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് പറയണം. കാരണം അല്ലാഹ് ഉദ്ദേശിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് കടുപ്പത്തിലാണ് പറഞ്ഞറിയോ? വലാ തഖുൽ എന്ന് പറഞ്ഞാലും വലാ തഖൂലന്ന എന്ന് പറഞ്ഞാലും അറബിയിൽ ഇത് മലയാളത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അർത്ഥം ഒന്നാണ്. പക്ഷെ ആ ലാസ്റ്റുള്ള നൂനുണ്ടല്ലോ, തഖൂലന്ന, അതിന് ഞങ്ങൾ ഗ്രാമറിൽ സഖീലാന്റെ നൂന് എന്നാണ് പറയാ.
ഗ്രാമർ പഠിക്കുന്ന കുട്ടികൾക്കറിയാം. സഖീലാന്റെ നൂന്. അപ്പൊ അതിനെ അർത്ഥം ഒന്ന് കട്ടികൂട്ടണം. പറഞ്ഞു പോകരുതെന്ന്, പറയരുതെന്നല്ല, ഇൻഷാ അല്ലാതെ ഒരു കാര്യം നിശ്ചയം മുണ്ടി പോകരുത്. അപ്പൊ അതൊരു താക്കീത് സ്വരത്തിലാണ് അള്ളാഹ് നമ്മളോട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഏത് കാര്യത്തിലും പറയണം. കാരണം നമുക്കൊന്നും അറിയില്ല. നിങ്ങളിപ്പോ എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാൻ പറയണ ഉറപ്പ് ഞാൻ വരാൻ തന്നെ, നാളെ ഞാൻ ഉണ്ടാവുന്ന എന്തുറപ്പുള്ളതെന്ന്. നമ്മൾ ഉണ്ടാവുന്ന ഉറപ്പ് വേണ്ട ചെയ്യണമെങ്കിൽ ഇനി ഉണ്ടായി നോട്ടുക, മുടക്കുകൾ വരൂലേ. ഗൾഫിലേക്ക് പോകാൻ വേണ്ടി തുണി കുപ്പാൻ മാറ്റിയിട്ട് പൊന്നാനിയിൽ ഒരാൾ പെട്ടി കെട്ടുന്ന സമയത്താണ് ഇടതുഭാഗത്ത് കൊളത്തിയിട്ട് പെട്ടിമക്ക് വീണിട്ട് മരിച്ചത്. ഞാൻ അവിടെ ഉള്ള ആൾക്ക് ഗൾഫിക്ക് പോകാൻ തയ്യാറായി. ലാസ്റ്റ് ഉണ്ടല്ലേ പോകുമ്പോ ഒരു പെട്ടി കെട്ടല്. പെട്ടി കെട്ടുന്ന സമയത്ത് ഇവിടെ ഒരു കുളത്തില് കുമ്പിട്ടപ്പോ പെട്ടിമക്ക് മോന്തത്തി വീണ് പിന്നെ മയ്യത്താണ് എടുത്തത്. എന്തുറപ്പുള്ളത്? ഞാൻ ഗൾഫിലുള്ള കാലത്ത് കണ്ണൂർ ഒരു സുഹൃത്ത് വലിയ വീടുണ്ടാക്കി, കൊട്ടാര വീട്. ഞാൻ ഒറ്റ പരിചയമുള്ള ആൾ തന്നെയാണ്. ആള് ലാസ്റ്റ് വീടിന്റെ പണി പൂർത്തിയായി കുടിരക്കലൊക്കെ തീരുമാനിച്ച് മുമ്പാതിന്റെ ലോക്ക് ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. അതിന് ഗോൾഡൻ സൈസ് നല്ല സ്പെഷ്യൽ, അതല്ല എന്താ അതിന്റെ പേര്, വാതിലിന് ലോക്കന്. അപ്പൊ അത് വാങ്ങാൻ വേണ്ടി അങ്ങാടിക്ക് ഇറങ്ങി. ഇയാള് റൂമിലുള്ള ആളുകളോട് എപ്പോഴും പറയാറുണ്ട്, ഇത് ഗൾഫാണ്, റോഡ് മുറിഞ്ഞെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. നിങ്ങൾ കരുതും വണ്ടി ദൂരെയാണെന്ന്, അടുത്തെത്തിയിട്ടുണ്ടാവും, അതുകൊണ്ട് വണ്ടി കണ്ടാൽ റോഡ് മുറിഞ്ഞെടുക്കരുത് എന്നൊക്കെ ക്ലാസ് നടത്തുന്ന ആളാണ്. ഈ മനുഷ്യന് വണ്ടി എത്തിയിട്ടാണ് മരിച്ചത്. പിന്നെ വലിയ വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു പൊതി സാധനമാണ് മയ്യത്തായിട്ടുള്ള. എന്തുറപ്പുള്ളത്? ഈ ഷരീഫ് അഷ്റഫി ഒരിക്കലേ എന്നോട് പറഞ്ഞു, ഞാൻ പാലക്കാട് ഒരു കല്യാണത്തിന് പോവാണ്, എന്റെ കുടുംബക്കാരനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ പരിപാടിയിലെ യാത്രയിലാ, ആയിക്കോട്ടെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് മുമ്പ് വിളിച്ചു പറഞ്ഞു, ഉസ്താദേ ആ പുതിയാപ്പള മരിച്ചിരിക്കണ അല്ലേ അല്ലേ ചോദിച്ചോക്കി. പുതിയാപ്പള ഇറക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് പള്ളിയിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ പിന്നെ പോയത് മയ്യത്ത് ഇറക്കാനാണ്. കുറഞ്ഞ സമയം കൊണ്ടാണ് സംഗതി മാറുന്നത്. ഇവിടെ ഇൻഷാ അല്ലാഹ് പറയാതെ എങ്ങനെ നമ്മൾ എന്തെങ്കിലും പറയാം? ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏത് പറയണെങ്കിലും അല്ലെങ്കിൽ വലിയ പരീക്ഷണം വരും. അങ്ങനെയാണ്. ഈ ആയത്തിന്റെ തഫ്സീറിന്റെ താഴെ റൗലത്തുൽ ഖത്തീബ് എന്ന കിതാബിൽ നിന്നൊരു സംഭവം ഇസ്മായിൽ ഹക്ക് റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്നുണ്ട്. ബസറയിൽ ഒരാൾ ഇൻഷാ അല്ലാഹ് പറയില്ല. അയാള് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കച്ചവടക്കാരനാണ്, മാർക്കറ്റിൽ പോവാണ്, നിറയെ പൈസ ഉണ്ട്. അപ്പൊ ഒരാള് വെറുതെ വെച്ചു, എവിടുക്ക പോണേ? അങ്ങാടിക്ക്. എന്തിന്? സാധനങ്ങൾ വാങ്ങാന്. ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ ഇഷ്ടമാണ്. പറയില്ല, കയ്യിൽ പൈസ, ആരോഗ്യം, എന്ത് ഇൻഷാ അല്ലാഹ് എന്ന് വെച്ചു. കയ്യില് പൈസ, തടിമ ആരോഗ്യം, ഇതെന്താ ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ പോണത്. അവിടെ എത്തിയപ്പോഴേക്ക് ഇയാളെ കൊള്ളടിക്കപ്പെട്ടു. പൈസ ഒരു തരുമ്പില്ലാതെ ഒക്കെ പോക്കറ്റ് അടിക്കപ്പെട്ടു, ഒരു സാധനം ഇല്ല. പിന്നെ ഇയാള് ജീവിതം മുഴുവൻ ഇൻഷാ അല്ലാഹ് ഇന്ന് ആവശ്യമില്ലാത്തടത്തും പറയുന്നു. ഇയാളോട് ചോദിക്കണ്ടേ എവിടുന്ന് വരണം? ഞാൻ പള്ളിയിൽ നിന്ന് വരണേ. ഇൻഷാ അല്ലാഹ് വരണേനെ. എവിടുക്ക പോണെന്നുള്ളതിനാണ് ഒക്കെ. വന്നു കഴിഞ്ഞാൽ എന്തിനാ ഇൻഷാ? പിന്നെ വെറും ഇൻഷാ അല്ലാഹ്. അല്ല നിങ്ങള് ചോറയിച്ചു പള്ളറിഞ്ഞു ഇൻഷാ അല്ലാഹ്, ആകെ ഇൻഷാ അല്ലാഹ്. കാരണം കുറിക്ക് അതാ മേത്തക്ക് എടുത്താതെ. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് വളരെ ഗൗരവമാണ്. സംഗതി അത് ഒഴിവാക്കിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ അർത്ഥത്തിൽ ഭയങ്കര ഗൗരവമാണ്. നമ്മളൊരു കാര്യം ഏറ്റെടുത്തിട്ട് ഉറപ്പിച്ച് കല്യാണം പറയുമ്പോൾ അങ്ങനെ തന്നെ. ഞാൻ എന്നുള്ള ഒരാളുണ്ടോ, ഇജീന്നുണ്ടോ, എന്റെ മോളിറങ്ങുണ്ടോ, ഉറപ്പ്. ഞാൻ കേട്ടാണ് ഒരാൾ പറഞ്ഞത്. എന്തിനിപ്പോ ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കണ? ഇൻഷാ അല്ലാഹ് ഞാൻ വരാന്ന് പറഞ്ഞ പോലെ. അതല്ല അതിന്റെ മര്യാദ. അല്ലെങ്കിൽ പരീക്ഷണം വരും. വലിയ ആളുകൾക്ക് വരെ പരീക്ഷണം വന്നില്ലേ? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സുലൈമാൻ നബി ഒരിക്കൽ പറഞ്ഞു, നിന്റെ 100 ഭാര്യമാരെടുത്തേക്ക് ഇന്ന് ഞാൻ പോകും, എന്നിട്ട് സംസർഗം നടത്തും. അതിൽ മുഴുവനും 100 കുട്ടികൾ, കിണി കുട്ടികൾ വരും. എല്ലാം യുഖാതിലു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന അശ്വഭടന്മാരാവും. ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നു. ഭയങ്കര വർത്താനം പറഞ്ഞു. 100 ഭാര്യമാരെടുത്തും പോയി 100 ആളുകളായിട്ടും ബന്ധപ്പെട്ടു. 99 ഭാര്യമാരും പ്രസവിച്ചില്ല. ഒരു ഭാര്യ പ്രസവിച്ചു. അതാണെങ്കിലോ കോങ്കണ്ണനും വികലാംഗനും. ഇതിനിപ്പോ യുദ്ധത്തിന് ഇറക്കാൻ പറ്റുമോ?
പുറത്തേക്ക് കൊണ്ടുനടക്കാൻ പറ്റാത്ത ഒരു കുട്ടിയാണ് ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം പറഞ്ഞിട്ട് പറഞ്ഞു, ലൗകാല അഖൈ സുലൈമാൻ ഇൻഷാ അല്ലാഹ്, എന്റെ സുലൈമാനെ അപ്പൊ പറയാൻ ഇൻഷാ അല്ലാഹയും കൂടെ അവിടെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പറഞ്ഞ് റെഡിയായിരുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഇൻഷാ അല്ലാഹ് വളരെ ഗൗരവമാണ്. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് കോഴ്സ് കഴിഞ്ഞു. മറ്റാള് പറഞ്ഞതിന് പറയരുത്. ഏത് ഞാൻ നേരത്തെ ഉദ്ധരിച്ച നീ ചെയ്തിട്ടുണ്ടായിരുന്നോ, തിന്നു ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ നിൽക്കരുത്. പറയേണ്ട സ്ഥലത്ത് പറയാം. എടുക്കവാണ് ഞാൻ മൂത്രപ്പരയ്ക്ക് ഇൻഷാ അല്ലാഹ്, ആവശ്യമില്ലാത്തോടത്ത് വെച്ചു കൊടുക്കരുത്. ആവശ്യമുള്ള സ്ഥലത്ത് മുഴുവൻ ഇൻഷാ അല്ലാഹ് പറയണം. കളിയാക്കി പറയരുത്. പിന്നെ വേറെ രൂപത്തിൽ അള്ളാഹിന്റെ പരീക്ഷണം വരും. കളിയാക്കി. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്നതാണ് ഇന്നത്തെ ക്ലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല ഇങ്ങനെ ഒരു അവസ്ഥ കൊടുക്കാൻ കാരണം ഉമ്മത്തിന് മനസ്സിലാവാനാ. അമ്പിയാക്കൾ തെറ്റ് ചെയ്യൂല. ഇനി ഒരാൾ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല എന്ന് നേരത്തെ തെറ്റുമല്ല, പക്ഷെ അഭികാമ്യം. എന്ത് കാര്യം തീർത്ത് പറയുമ്പോ ഇൻഷാ അല്ലാഹ്. കാരണം നമുക്ക് ഒരു ഉറപ്പില്ല. എന്തുറപ്പുള്ളത്? ഒരു ഉറപ്പില്ല. ഒന്നില് ഭാവിയിൽ ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് മരിക്കുന്നുള്ള അല്ലാത്ത എന്തെങ്കിലും ഒന്നും ഉറപ്പുണ്ടോ? അപ്പൊ നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചവരാണ്. ഏതെങ്കിലും ഒന്നും ഉറപ്പുണ്ടോ? ഡിഗ്രി പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ച ആൾക്കാർ പൂർത്തിയാക്കുന്ന ഉറപ്പുണ്ടോ? പുതിയാപ്പിള ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇറങ്ങുന്ന ഉറപ്പുണ്ടോ? കല്യാണം അന്വേഷിക്കുന്ന ആളുകൾ അന്വേഷിക്കുന്ന ഉറപ്പുണ്ടോ? താഴത്തേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഹൗലിന്റെ അപ്പുറത്ത് എത്തുന്ന ഉറപ്പുണ്ടോ? ഉറപ്പുള്ളത് മരിക്കുന്നുള്ളത് മാത്രമാണ്. മറ്റതൊക്കെ സംശയമാണ്. വേറെ ഒന്നും ഉറപ്പില്ല. മരിക്കുന്നുള്ളത് മാത്രമേ നമ്മളെ മുമ്പിൽ ഇനി ഉറപ്പുള്ളൂ. ബാക്കിയൊക്കെ സംശയമാണ്. അതുകൊണ്ട് ഈ മരിക്കും ഇൻഷാ അല്ലാഹ് എന്ന് പറയേണ്ട കാര്യമില്ല. അത് ഉറപ്പാണ്. മരിക്കുന്നുള്ള ഉറപ്പാണ്. ബാക്കിയൊക്കെ സംശയമാണ്. വേറെ എല്ലാം സംശയം. അതുകൊണ്ട് എന്ത് പറയുകയാണെങ്കിലും ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله. ഇൻഷാ അല്ലാഹ് എന്ന് മൊഴിയാതെ ഒരു കാര്യം പറയരുതേ യാ റസൂലല്ലാഹ്. വദ്കുർ ഇദാ നസീത വദ്കുർ റബ്ബക ഇദാ നസീത. നീ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നാലോ ഓർമ്മ ഉണ്ടാവുമ്പോ പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഓർമ്മ ഉള്ളെങ്കിൽ അപ്പത് വെച്ചു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അവിടെ പണ്ഡിതന്മാരുടെ ഒരു വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഒരു ചില്ലറ ആഴ്ചകളാണെങ്കിലേ പറ്റുള്ളൂ, ഒരു ദിവസമാണെങ്കിലേ പറ്റുള്ളൂ, ഒരു മാസം കഴിഞ്ഞിട്ട് ഓർത്താ പറ്റും എന്നൊക്കെ മഹാന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോടിപ്പോ നിങ്ങൾ എന്നെ ഒരു സംഗതി ഏൽപ്പിച്ചു ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ എനിക്ക് 10 മണിക്കാണ് ഓർമ്മ എന്നെങ്കിൽ അത് ഞാൻ ആചാര്യോട് വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇൻഷാ അല്ലാഹ് എന്ന് അപ്പൊ പറയാം. ബിസ്മി അല്ലാണ് ഭക്ഷണത്തിന്റെ തുടക്കത്തിൽ ബിസ്മി മറന്നാൽ ഇടയിൽ ബിസ്മില്ലാഹി അബ്തദു ആഖിറു എന്നുള്ളല്ലോ അത് ചെല്ലുന്നത് പോലെ ഇവിടെ ഓർമ്മ ഉണ്ടെങ്കിൽ ആ ഇൻഷാ അല്ലാഹ് അപ്പം അങ്ങോട്ട് വെച്ചു കൊടുക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിർത്താൽ ഓർമ്മ ഉണ്ടാവണം. ഇനി ഇല്ലെങ്കിൽ ഓർക്കണ സമയത്തെങ്കിലും ഇത് മെല്ലെ പറയണം. നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ്ന്റെ ആളുകളാണോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ വലിയ പരീക്ഷണം. ഇപ്പോ ഉനയിലെ സഹാബാക്കൾ തോറ്റു. ബദറിലുള്ള സഹാബാക്കളുടെ 3 ഇരട്ടി ഉനയിലുണ്ടായിരുന്നു. ആയുധങ്ങളുണ്ടായിരുന്നു, ഭയങ്കര ശക്തി ഉണ്ടായിരുന്നു. ചില ആളുകൾ പറഞ്ഞു ആയുധമില്ലാതെ നിരായുധരായി ആയുധ വിഭൂഷിതരായ ആയിരക്കണക്കിന് ആളുകളോട് 1000ഓളം ആളുകളോട് 313 പട്ടിണി കിടന്നിട്ട് യുദ്ധം ചെയ്തിട്ട് അവരെ വരച്ചോടുത്ത് നിർത്തിയിട്ട് വിജയിച്ച് നമുക്ക് ഇവരൊരു പ്രശ്നമെന്ന് വെച്ച് പടച്ചോൻ ആര് സ്വഹാബാക്കളിൽ ചിലർ തോറ്റ് തൂഫാനായി. ആ പറഞ്ഞ ആളുകൾ പറഞ്ഞത് അഹങ്കാരം കൊണ്ടല്ല. കാരണം സ്വഹാബാക്കൾ അങ്ങനെ അഹങ്കാരം കൊണ്ട് വർത്താനം പറയുന്നവരല്ല. ഇവരൊരു പ്രതീക്ഷയിൽ അമിതമായി അടിച്ചു കയറി പറഞ്ഞതാണ്. ബദറിൽ ഇയ്യാതെ രീതിയിൽ പട്ടിണി കിടന്നിട്ട് ആയുധമില്ലാതെ 1000ഓളം ആളുകളോട് യുദ്ധം ചെയ്തിട്ട് വിജയിച്ച നമുക്ക് വേറൊക്കെ ഒരു പ്രശ്നം. എന്തുണ്ടായത്? ബദർത്തെ നേരെ തിരിഞ്ഞാണ്ട് കുത്തി ഒക്കെ തോറ്റങ്ങോട്ട് തൂഫാനായി. അതിന് അള്ളാഹ് പറഞ്ഞത് ഈ വർത്താനാണ്. അപ്പൊ അള്ളാഹ് നോക്കൂല. അപ്പൊ വർത്താനം പറയുമ്പോ അതിന്റെ ഇന്നലെ ഞാൻ മൂത്രമൊഴിക്കായിരുന്നപ്പോ പുറത്തുനിന്ന് ഒരു വർത്താനം കേൾക്കുന്നു. മൂത്രമൊഴിച്ച് വന്നപ്പോ ആൾക്കാരെ കാണാനില്ല, ഏതോ സ്കൂൾ കുട്ടികളാണ്. ഞാനാരാന്ന് വെച്ചാൽ എനിക്ക് ആള് മതി വേണേ തൊട്ടോക്ക് അയ്യാണ്ട് കാണാ ആരാണെന്നറിയില്ല. അവിടുന്ന് ഞാൻ ആരാന്ന് എനിക്ക് അറിയാന്ന് ചോദിക്കണേ മീസാങ്കലിന്റെ അടുത്തുനിന്നാ. ഞാൻ പുറത്തുനിന്ന അവനോട് പറയാൻ കരുതി.
ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് പുറത്തു നിന്നിട്ട് മണ്ണിന്റെ പള്ളിയിലേക്ക് നാളെ പോണ ആളാണ്, വേറെ ആരുമല്ല എന്ന് പറയാൻ കഴിയും. അപ്പൊ പിന്നെ അവിടുന്ന് പോയിക്കണം. സംഗതി പറയണ എന്നോടല്ല, എന്നാലും പള്ളി പരിസരത്തിനാണ്. ഇതിന്റെ അപ്പുറത്ത് ഇങ്ങോട്ട് വന്നിട്ടുള്ളതിലൊക്കെ ഞാൻ ഇടപെടും, റോട്ടിലുള്ളതിൽ ഞാൻ ഇടപെടില്ല. ഇതിന്റെ അപ്പുറത്ത് വന്നിട്ട് പള്ളിയിൽ കളിച്ചാൽ ഞാൻ ഇടപെടും. അത് ഞാൻ ഇടപെടും. കാരണം ഇത് എനിക്കും കൂടി അധികാരമുള്ള സ്ഥലം, ഇത് പള്ളിയാണ്. പള്ളിയിൽ നിന്നായാലും വർത്തമാനം പറ്റില്ല. റോട്ട് നിങ്ങൾ എന്ത് കളിച്ചാലും ഞാൻ ഇവിടുന്ന് നോക്കിക്കൊള്ളൂ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് കളിച്ചാൽ അത് ഏത് ചെറുപ്പക്കാരാണെങ്കിലും ഞാൻ ഇടപെടും, അമിതമായി പോയ. അപ്പൊ ഇത് ഞാൻ അവനോട് പറയാൻ കരുതി, പക്ഷെ വന്നു നോക്കുമ്പോ ആളെ കാണാനില്ല. ഇതിങ്ങനെ ഭയങ്കര വിടലല്ലേ, ഡയലോഗല്ലേ, തൊള്ളിയിൽ ഇങ്ങനെ പിടിച്ചു നടക്കല്ലേ. നമ്മൾ ആരാന്ന് എനിക്കറിയോ? ആരാന്ന് അള്ള അങ്ങോട്ട് കാണിച്ചു തരും, അതാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ആരാന്ന് അള്ള ശരിക്കും അങ്ങോട്ട് കാണിച്ചു തരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു കാര്യം നമ്മൾ അഹങ്കാരത്തോടെ തീർത്തായിട്ട് പറയരുത്, അത് വലിയ അപകടം ചെയ്യും. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ചീഞ്ഞു നാറാൻ കാരണമാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്ത് സുഖാണല്ലേ, ഒരാളോട് ഏറ്റുമില്ല, ആരോട് അക്രമമില്ല, ആരോടും ദേഷ്യമില്ല, ഒരാൾക്ക് നിയമത്ത് കിട്ടണേല അസൂയയില്ല. നമ്മളിങ്ങനെ വിനിയാനെതിരായി ഇബാത്ത് ചെയ്ത് ഉണന്ന് ഉറങ്ങി ചായ പിടിച്ച് വിസ്മല്ലി ഇബാത്ത് ചെയ്ത് വാസ്ക് ഇങ്ങനെ പോയി അവസാനം ചിരിച്ചാണ് വലിയ എന്തൊരു രസമാണ് അതില്ലേ. മയ്യത്ത് ഇങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ആൾക്കാർ പറയും ഈ നാട്ടിലുള്ള നല്ല മനുഷ്യന്റെ മയ്യത്താണ് ഇത്. യാ അല്ലാ, ഞാൻ അങ്ങനെ കുറെ മയ്യത്തുകൾക്ക് സാക്ഷിയായതാ. ഞാൻ മുമ്പ് നീന്ന സ്ഥലത്തുണ്ടായിരുന്ന മയമുട്ടിയൊക്കെ പടച്ചോനെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. സ്വന്തനല്ലേ, ഉസ്താദിനും സുഖല്ലേ, കഴിഞ്ഞു 15 കൊല്ലം ഞങ്ങൾ 17 കൊല്ലം ഞങ്ങളെ വില അതേ മുണ്ടിട്ടുള്ളൂ. പക്ഷെ ആ മനുഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്നോട് എന്നല്ല ആരോടും മുണ്ടൂല, ഇന്നോട് എത്രയെങ്കിലും മുണ്ടുള്ളൂ, എല്ലാരോടും ചിരിക്കും സലാം പറയും, വേറെ ഒന്നും മുണ്ടൂല. ആള് മരിച്ചപ്പോ ചിരിച്ചിങ്ങനെ കിടക്കാണ്. ചില ആളുകൾ എന്നോട് അറിഞ്ഞു അത്തറിന്റെ സ്മെല്ലുണ്ടായിരുന്നു. അല്ലാ, എന്തൊരു ഭാഗ്യാണ് എന്ന് പറയുന്നത്. ഇത് അങ്ങോട്ടും അക്രമം ഇങ്ങോട്ടും അക്രമം, അവിടെയും പരാതി ഇവിടെയും ബഹളം, മറ്റോടത്തും ശത്രുക്കള്, ഇവിടെ ഒച്ചപ്പാട്. അവസാനം ഒന്നായിട്ട് കരിവാളിച്ചിട്ട് ഇങ്ങനെ ദിക്റെല്ലാം കഴിയാതെ മരിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ പറയാം അൽഹംദുലില്ലാ, ശല്യം നീങ്ങി കിട്ടി, അൽഹംദുലില്ലാ. അതല്ലല്ലോ വേണ്ടത്. നമ്മള് മരിച്ചാൽ നമ്മള് കബറിങ്ങനെ കണ്ട ആൾക്കാരിങ്ങനെ സ്വാലിഹ്യങ്ങൾ ഇങ്ങനെ കണ്ണിൽ വെള്ളം നിറക്കണം. നല്ലൊരു മനുഷ്യനായിരുന്നു. അതിനുള്ളൊരു ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ്. അതിന് ഇൻഷാ അല്ലാഹ് കഴിയും. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. പക്ഷെ നമ്മൾ സംസാരിക്കേണ്ടത് സംസാരിക്കേണ്ടി വരും, അവകാശങ്ങൾ കിട്ടാൻ സംസാരിക്കേണ്ടത് അവിടെ പ്രസംഗിക്കേണ്ടി വരും. ചിലപ്പം ഗവൺമെന്റിനോട് നിയമപരമായി സമരം ചെയ്യേണ്ടി വരും. ആളുകളുടെ തർക്കത്തിൽ പറയേണ്ട വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. അതൊന്നും ഇതിനെതിരല്ല, ദീനിയായ സംസാരത്തിനെതിരല്ല. സ്വഹാബാക്കളൊക്കെ ചെയ്തിരുന്നതാണ്. അന്യായമായി എവിടെയും വൈരി ഹക്ക് എന്ന് പറയണം. അന്യായമായി ഒരാളെയും അതിപ്പോ ഒരു മൂലയൊരു മട്ടത്തിൽ വാഴുകയാണെങ്കിലും മറ്റുള്ളവർക്ക് ഉപദ്രാവില്ല. കാരണം ഗാനമേളന്റെ കൾച്ചറൽ സ്ഥലത്ത് വെച്ച് ഗാനമേളക്കെതിരെ ശക്തമായിട്ട് പോരാടി പ്രസംഗിക്കുന്ന ഒരാള് ആ ഗാനമേള നടത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ശത്രു തന്നെയാണ്. ഒന്നും കുഴപ്പമില്ല, ദീനിയായ വിഷയമാണെങ്കിൽ കുഴപ്പമില്ല. അന്യായമായി നമ്മൾ വഴി ഒരാൾ പ്രയാസപ്പെടുന്ന അപകടത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. അള്ളാഹുവെ പറഞ്ഞും കേട്ടു നീ കബൂലാക്കണേ അല്ലാഹ്. തെറ്റുകൾ തിരുത്തണേ അല്ലാഹ്. സയ്യാത്ത് ഹസനാത്താക്കി തരണേ അല്ലാഹ്. ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഐബുകൾ മറക്കണേ അല്ലാഹ്. രോഗങ്ങൾ മാറ്റണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാഹ്. സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സാന്ത്വനവും നീ നൽകണേ അല്ലാഹ്. മനസ്സിന് കെട്ടുറപ്പ് നൽകണേ അല്ലാഹ്. ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഹിദായത്തിന്റെ വ്യത്യസ്ത തസ്തികയിൽ നീ വെളിച്ചം നൽകി ഉയർത്തുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. നിന്നെ അറിയിച്ചു തരണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ ഔന്നിത്യം മനസ്സിലാക്കി തരണേ അല്ലാഹ്. ശരീഅത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു തരണേ അല്ലാഹ്. ഇൽമുകൾ നാഫിയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കിടയിൽ അല്ലാഹുവേ ഐക്യവും അഖണ്ഡതയും വിശാല മനസ്കതയും വലിയവും പ്രത്യേകിച്ച് കുടുംബങ്ങൾക്കിടയിലൊക്കെ തരണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാരിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി, സ്വത്തിന് വേണ്ടി കടിപിടി, അങ്ങനെ നടക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, കുടുംബത്തിൽ ഭദ്രത നൽകണേ അല്ലാഹ്. സുരക്ഷിതത്വം നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്.
ഒരുക്കമില്ലാത്ത മരണത്തിൽ പെടുത്തല്ലേ അല്ല, പെടുന്നതിനെ മരിപ്പിക്കല്ലേ അല്ല, അപകടം വരുത്തല്ലേ അല്ല, അപകട മരണം തീരുമാനിക്കല്ലേ അല്ല. കച്ചവടക്കാരുണ്ട്, ഹൈറും ബർക്കത്തും നൽകണേ അല്ലാ. സഹായിക്കുന്നവരെ സഹായിക്കണേ അല്ലാ, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണേ അല്ലാ, സന്തോഷിക്കുന്നവരെ സന്തോഷിപ്പിക്കുന്നവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ദഅവത്തിന് താങ്ങും തണലുമാകുന്നവരെ, മദഹിന് വേണ്ടി പ്രൊട്ടക്ഷൻ നൽകുന്നവർ, പ്രോത്സാഹനം നൽകുന്നവർ, താങ്ങും തണലുമായി കൂടെ നിൽക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഈ സദസ്സിൽ വരുന്ന ഒരാളെയും ദുനിയാവിലും ആഖിറത്തിലും നീ ഒഴിവാക്കല്ലേ അല്ലാ, പരാജയപ്പെടുത്തി തള്ളല്ലേ അല്ലാ. കഠിന പരീക്ഷണത്തിൽ വിധേയരായി കഴിയുന്നവരെ നിന്റെ ഖുദ്റത്ത് കൊണ്ട് നീ എഴുന്നേൽപ്പിക്കണേ അല്ലാ. അവരുടെയൊക്കെ ഹൃദയത്തിന് ഖുവ്വത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ്. വെന്റിലേറ്ററിലുണ്ടായിരുന്ന സഹോദരന് വേണ്ടി ദ്വാരനീന്നു 2 ദിവസം നോക്കൂ. കുഞ്ഞാവാജി പറഞ്ഞു അന്ന് ശ്വാസം എടുത്തിരുന്നില്ല, ദ്വാരക്കേഷൻ ശ്വാസം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. വേറെ മജ്ജക്ക് ക്യാൻസർ പിടിച്ച ഒരു സുഹൃത്തിന് വേണ്ടി ദ്വാരനീയുന്നു. അൽഹംദുലില്ലാ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് റൂമിൽ നിന്ന് തൊട്ടടുത്തൊരു വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹു ഇനി പൂർണ്ണമായി ശിഫയായി കൊടുക്കണേ അല്ലാ. ഒരു മുഴയുള്ള ഇവിടെ ഇരിക്കണ നിങ്ങൾക്ക് ഭേദമുണ്ടോ? ഭേദമുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹു തആല പൂർണ്ണമായി മാറ്റി കൊടുക്കട്ടെ, പൂർണ്ണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അള്ളാഹുവെ നീ ചുരുക്കി കൊടുക്കണേ, ഒന്നുമല്ലാതെ ആക്കി കൊടുക്കണേ. അള്ളാഹുവെ ഞങ്ങളെ നീ മാരക മുഴകളെ കൊണ്ടും വ്രണങ്ങളെ കൊണ്ടും പടച്ചവനെ തകർക്കല്ലേ അല്ലാ. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങളെ നിന്റെ ചാട്ടവാറ് കൊണ്ട് നീ പ്രഹരിക്കല്ലേ അല്ലാ. അധികാരം കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഔദാര്യത്തിന്റെ കനിവിന്റെ വാതിലുകൾ തുറന്നേറണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി. പർസന ഇന്ന് ജലീൽ സാഹിബിന്റെ കട ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞു. എന്നെ ക്ഷണിച്ചിരുന്നു. അപ്പൊ എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു, പക്ഷേ രാത്രി അല്ലായിരുന്നു പരിപാടി, ഉച്ചക്കായിരുന്നു. അസറിന്റെ സമയത്ത് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ വരൂല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം മഹാനായ തങ്ങളെ ഏൽപ്പിച്ചിരുന്നു. പിന്നെ ഞാൻ വന്നാൽ തങ്ങൾ എന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. അത് അഹ്ലുബൈത്തിനോടുള്ളൊരു ബഹുമാനക്കേട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ദ്വാരന്ന് പോയില്ല. അദ്ദേഹം ചീരനിയൊക്കെ പള്ളിക്ക് കൊടുത്തയച്ചിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ വക ചീരനിയും ചായയൊക്കെ ഉണ്ട്. അല്ലാഹു തആല അവരുടെ കച്ചവടത്തിൽ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ, റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ, ഹലാലായ വരുമാനം ധാരാളം കൊടുക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല സല്ലമ അലാ ഖൈറിൽ ഖൈസീന മുഹമ്മദിൻ വആലിഹി വസ്സഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.